വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേ ഹാജരായിട്ടുണ്ട് കേട്ടോ. ദൃശ്യേച്ചി മുണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മമ്മയും അമ്മച്ചനും കൂടി ഉണ്ടല്ലോ. ആദർശമായിട്ട് ഇതേ മഞ്ചാടി സോഡ ഉണ്ടാക്കുക കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ മഞ്ചാടി സിപ്പല്ലേ അതും സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് പച്ചമുളകൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു എനർജി ഡ്രിങ്ക് തന്നെ പറയാം. അമ്മാമ്മയ്ക്ക് അച്ഛൻ ഇമാതിരി തരിപ്പുള്ള സംഭവങ്ങളൊന്നും പിടിക്കില്ല. എന്നാൽ ഞാൻ അമ്മമ്മനെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. പക്ഷെ അമ്മാമ്മയ്ക്ക് അത് അങ്ങോട്ട് സെറ്റ് ആയില്ല. അമ്മാമ്മ അത് അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ആദർശേട്ടൻ എനിക്കും തന്നു. പിള്ളേരെ ചെങ്ങ അപ്പമ്മ എന്തൊട്ടേ ചെയ്യുന്നത്, കുറേ നേരമായി മറ്റേ മഞ്ചാടി സോഡയും നാരങ്ങയും പച്ചമുളകൊക്കെ പിടിച്ച് ഇരിക്കുന്നു പറഞ്ഞിട്ട് തുമ്പിയാണ് കയ്യാളായിട്ട് എല്ലാം നോക്കി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ പച്ചമാങ്ങയുടെ സംഭവം കൊണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. രണ്ട് ചെറുനാരം കണ്ടിട്ടുള്ള വെള്ളം ഉണ്ടാക്കി. എന്റെ പൊന്നു മോളുണ്ടാക്കിയ വെള്ളമാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കിയാ കുടിക്കുന്നടാ. പൊന്നോ അങ്ങനെ അപ്പു ചെയ്യണതൊക്കെ മക്കൾക്ക് ചെയ്യണം. ഇവരുടെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ അപ്പുവിനെ റോൾ മോഡലാക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ വന്നത് അല്ലൂസും തുമ്പിയും തേജും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് അറിയാനമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സന്ധ്യാസമയത്ത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഉമ്മർത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ജ്യൂസും കൂടി എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആദർശമായിട്ട് ഇത് വീണ്ടും സോഡയ്ക്ക് ഒഴിച്ച് എനിക്ക് കുറച്ചുണ്ടാക്കി കേട്ടോ. തുമ്പമ്മ ഇത് അവിടെ തകൃതിയായ പണിയിലാണ്. അപ്പം ഉണ്ടാക്കിയല്ലേ എന്നാൽ ഞാനും ഉണ്ടാക്കും. പിന്നെ ഇത് ജ്യൂസ് ആറ്റില് ഇങ്ങോട്ടൊഴിക്കുന്നു അങ്ങോട്ടൊഴിക്കുന്നു. അതന്നെയായിരുന്നു കുറേ നേരത്തേക്ക്. തുമ്പിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. തുമ്പി ഇത് അവളുടേതായ കളികളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. നാരങ്ങയും അതൊക്കെ ഇട്ട് ആകെ അലമ്പാക്കിയിടും. നമ്മൾ വൃത്തിയാക്കിയാൽ മതി. എന്നാലും കുറച്ച് നേരത്തേക്ക് നമുക്ക് പിന്നെ എവിടെയും ഇങ്ങനെ ഓടിപ്പടഞ്ഞ് നടക്കണ്ട. ഒരു സൈഡിലിരുന്ന് കളിക്കുന്നുണ്ടല്ലോ. പിന്നെ ആദർശേട്ടൻ പോയിട്ട് ഇതേ ആമീനെ തുറന്നു വിട്ടു. ആമീനെ ഇപ്പം നമ്മൾ കൂട്ടിലാക്കിയേക്കാണ്. കുറേ പേര് കമൻറ്റൊക്കെ കണ്ടു, ആമീനെ എന്തിനാ വീട്ടിലിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആമി ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിട്ടായിരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവളേനെ കേട്ടോ. പിന്നെ ഇത് അടിപൊളി ഡാൻസ് നന്നായിട്ടില്ല ഗൈസ്. ദൃശ്യിച്ച് ഇതേ ഡ്രസ്സൊക്കെ മാറി കുടുംബമൊക്കെ കെട്ടിയിട്ടേ ഇരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ നല്ല അടിപൊളിയോ മുരിങ്ങയിലയുടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദൃശ്യിക്ക് ചോറ് മതി പറഞ്ഞിട്ട് അമ്മമ്മ വാരി കൊടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം പിന്നെ എടുക്കാനാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ബിരിയാണിയും 2 ഉരുള ചോറൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കിടന്നുറങ്ങണം. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒടുക്കത്തെ തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഞങ്ങളുടെ റൂമിലാട്ടോ കിടക്കുന്നത്. അപ്പോൾ ദൃശ്യേച്ചി നമ്മുടെ ആൽബമൊക്കെ നോക്കിയായിരുന്നു. എനിക്ക് അച്ഛൻ ഉറക്കം വന്ന് ഞാൻ സൈഡായേക്കുന്നു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോവും വരും. അങ്ങനെ കുറേ നേരം നിന്ന് കേട്ടോ. പ്രേതത്തിൻ്റെ സിനിമയൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വന്നത്. പക്ഷേ എനിക്ക് പേടി, ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. പക്ഷേ ഞാൻ കിടന്നതും ഞാൻ ഉറങ്ങിപ്പോയിട്ട്. ഇവരൊക്കെ എപ്പോഴാണ് കിടന്നേ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള